ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കോക്കനട്ട് മിൽക്ക് ചിക്കൻ ജ്യൂസി മസാല. ഒരു പ്രത്യേക രുചികരമായിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ നല്ലപോലെ കഴുകി വലിയ 6 കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഉപ്പോടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിനകത്ത് നാരങ്ങ നീരും ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീരും ചേർത്തതിന് ശേഷം ഇനി ഇതിനകത്ത് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ചിക്കൻ ഒന്ന് പുരട്ടി ആ ഒരു മസാലയെല്ലാം ആ ചിക്കന്റെ മുകളിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ എല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഫ്രിഡ്ജിന്റെ ഫ്രീസറിലൊന്നും വെക്കരുത്, താഴത്തെ തട്ടിലൊന്ന് വെച്ച് കൊടുക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചിക്കനൊക്കെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതൊന്ന് കാണാം. അതുകൊണ്ട് ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി ഒരു 2 ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഇനിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഇതേപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതും അത് ഒരു ചെറിയ 2 സ്പൂൺ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നീട് പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതും 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അതിന്റെ ഒരു കളറിന്റെ ഒരു വ്യത്യാസമൊക്കെ വന്ന് പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഇതുപോലെ ഒരു നേരിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോള വളരെ കനം കുറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ സവോളയെല്ലാം ഒന്ന് വാടി അതിന് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പൊ സവോളയ്ക്കൊക്കെ നേരിയ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു നേരിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ ഇത് സവോള നല്ലതുപോലെ വാടി ആ ഒരു ബ്രൗൺ കളറായി വന്നില്ലെങ്കിൽ ഇതിന് നമുക്കൊരു പച്ച ചുവയായിട്ട് വരും. ഇപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ട് അത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഞാനിവിടെ 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി എല്ലാം ഒന്ന് വെന്തുടഞ്ഞ് ആ ഒരു മസാലയായിട്ട് ഒന്ന് മിക്സ് ആകുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. തക്കാളി എല്ലാം നല്ലതുപോലെ ഉടഞ്ഞ് ആ ഒരു മസാലയായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില വളരെ കനം കുറഞ്ഞ് കട്ട് ചെയ്തത് നമുക്ക് 1 പിടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക. മല്ലിയിലയും ആ ഒരു മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു 1-1.5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ അതെല്ലാം നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടി, അത് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി വീണ്ടും നമുക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഓരോ മസാലകൾ ചേർത്ത് കൊടുക്കുമ്പോഴും നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് അല്പം സോയാ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ സോയാ സോസും മസാലയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഈ മുളക് പൊടി എന്ന് പറയുന്നത് എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കറിക്ക്, അതായത് ഈ ഒരു ചിക്കൻ മസാലയ്ക്ക് മെയിനായിട്ട് എരിവ് തരുന്നത് കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകുമാണ്. ഇതിനകത്ത് മറ്റുള്ള ചുവന്ന മുളക് പൊടി നമ്മൾ അധികം ചേർക്കുന്നില്ല. ഇപ്പൊ ആ ഒരു ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ച ചുവയൊക്കെ മാറി ഒന്ന് ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കന്റെ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ ചിക്കൻ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ കഷ്ണങ്ങളാക്കി തന്നെ ചിക്കൻ എടുക്കണം, ചെറിയ ചെറിയ പീസായിട്ട് എടുക്കരുത്. ഇതേ വലിപ്പത്തിൽ വേണം നിങ്ങൾ ചിക്കൻ എടുക്കേണ്ടത്. എന്നിട്ട് ഇനി നമുക്ക് ഈ ഒരു ചിക്കനും ആ മസാലയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ചിക്കനകത്ത് ആ മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അതുപോലെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തേങ്ങാപ്പാലിനകത്താണ് ഈ ഒരു ചിക്കൻ ഇനി നമുക്ക് വേവിച്ചെടുക്കേണ്ടത്.
അപ്പൊ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ രണ്ടാം പാലൊന്നും അല്ല വേണ്ടത്, നല്ലതുപോലെ കുറുകിയ തേങ്ങാപ്പാൽ തന്നെ വേണം. ഈ ചിക്കനെ മൊത്തം നമുക്കൊന്ന് മൂടിക്കിടക്കത്തക്ക രീതിയിൽ വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനിയും ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഈ ചിക്കൻ കറി നമ്മൾ ഈ ഒരു ജ്യൂസി ചിക്കൻ മസാല തയ്യാറാക്കുമ്പോൾ ഏറ്റവും മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ ഒരു തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാലിനകത്ത് തന്നെ വേണം ഈ ചിക്കൻ ഒന്ന് വെന്ത് ഇതൊന്ന് കുറുകി ഒന്ന് വരേണ്ടത്. നമുക്ക് അല്പം മല്ലിയെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു മൂടി വെച്ച് ഇത് അടച്ച് ഏകദേശം ആദ്യം ഒരു 15 മിനിറ്റ് സമയം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആ ഒരു മൂടി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. എന്ന് കരുതി നമ്മുടെ ചിക്കൻ വെന്തിട്ടില്ല. ഏകദേശം ഒരു 1/4 ഭാഗം വേവ് മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഒരു തേങ്ങാപ്പാലെല്ലാം ഇനി നല്ലതുപോലെ ഒന്ന് വറ്റി വരണം. അതുവരെ വേണം നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ച് വേവിക്കേണ്ടത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് സമയം കൂടി നമുക്ക് ഇത് സ്റ്റൗവിൽ ഒന്ന് വെച്ച് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ തേങ്ങാപ്പാല് പൂർണ്ണമായിട്ടും വറ്റി വന്നിട്ടില്ല. ഏകദേശം ഒരു 1/2 ഭാഗത്തോളം തേങ്ങാപ്പാല് വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഈ മൂടി വെച്ചൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് സമയം കൂടി ഇനി വേവിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു കോക്കനട്ട് മിൽക്ക് ചിക്കൻ ജ്യൂസി മസാല റെഡിയാക്കി കിട്ടുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് അല്പം നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് മുതൽ ഒരു 8 മിനിറ്റ് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു തേങ്ങാപ്പാലെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു തേങ്ങാപ്പാലിനകത്ത് കിടന്ന് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്നും ഇറക്കി വെക്കുക. എന്നിട്ട് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുക. അതുപോലെ മല്ലിയിലയുടെ സ്ഥാനത്ത് അല്പം കസൂരി മേത്തി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ആ പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പം, പൊറോട്ട, അതുപോലെ പുട്ട്, ഏതൊരു ആഹാരത്തിലൂടെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒരു ചിക്കൻ ജ്യൂസി മസാലയാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.